സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയുടേതാണ് ഉത്തരവ്. മാർച്ച് 29-ന് മന്ത്രി കോടതിയിൽ ഹാജരാകണം. ജി സുധാകരൻ സഹകരണ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന തോട്ടപ്പള്ളി സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. 2016 ഫെബ്രുവരി 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തോട്ടപ്പള്ളിയിൽ നടന്ന റോഡ് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ്. മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. പാർട്ടിയിൽ പരാതി കൊടുത്തു, യാതൊരു നടപടിയില്ല. പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു, അല്ല അന്വേഷിച്ച് എഫ്ഐആർ ഇട്ടു, ഒരു നടപടിയില്ല. പിന്നീട് എഫ്ഐആർ ഇട്ടിട്ട് നടപടിയൊന്നുമില്ല. ആദ്യം ന്യായാലയം കോടതി കേസ് പരിഗണിച്ചെങ്കിലും വകുപ്പ് 509 പ്രകാരമുള്ള കേസായതിനാൽ പിന്നീട് അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറി. വിഭാഗീയ പ്രശ്നങ്ങളാണ് മന്ത്രിയുടെ മോശം പെരുമാറ്റത്തിന് കാരണമെന്ന് മുൻ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ സാലി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 509 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ട കോടതി മാർച്ച് 29-ന് മന്ത്രി ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ നടൻ കൊല്ലം തുളസി കീഴടങ്ങി. ചവറ പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10 മണിയോടെയാണ് കീഴടങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കൊല്ലം തുളസിയെ ചവറ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് കൊല്ലം തുളസി കീഴടങ്ങിയത്. ശബരിമലയിൽ വരാനിരിക്കുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചുകീറി ഒരു ഭാഗം ഡൽഹിയിലേക്കും ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്കും ഇട്ടുകൊടുക്കണമെന്നായിരുന്നു വിവാദ പരാമർശം. BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നടത്തിയ ജാഥയ്ക്കിടെ ചവറയിലായിരുന്നു സ്ത്രീവിരുദ്ധ പരാമർശം. മുൻമന്ത്രി തോമസ് ചാണ്ടിക്ക് 25,000 രൂപ പിഴയിട്ട് ഹൈക്കോടതി. നിലം നികത്തൽ കേസിലെ FIR റദ്ദാക്കണമെന്ന ഹർജി വിധി പറയുന്നതിന് മുൻപ് പിൻവലിക്കാൻ അപേക്ഷ നൽകിയതിനാണ് പിഴ. വിലപ്പെട്ട സമയം പാഴാക്കിയെന്ന് കോടതി പറഞ്ഞു. ഹർജി പിൻവലിക്കാൻ കോടതി അനുവാദം നൽകി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥയിലുള്ള ലേക്ക് പാലസ് ഹോട്ടലിലേക്ക് നിലം നികത്തി റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഏതാനും മാസങ്ങളായി ഈ ഹർജിയിൽ വാദം നടക്കുകയും ചെയ്തിരുന്നു. തോമസ് ചാണ്ടിയോടൊപ്പം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് 7 പേർ കൂടി സമാനമായ ഹർജികൾ തന്നെ നൽകിയിരുന്നു. വിശദമായ വാദം കേട്ട ശേഷം തിങ്കളാഴ്ച ഈ ഹർജിയിൽ വിധി പറയാൻ നിൽക്കെയാണ് ഇന്നലെ ഈ ഹർജി പിൻവലിക്കുന്നതായി തോമസ് ചാണ്ടിയും മറ്റുള്ളവരും കോടതിയിൽ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഇന്ന് രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയും 7 പേർക്കും 25,000 രൂപ വീതം പിഴ നൽകാൻ പറയുകയും കോടതി ചെയ്തിരിക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ 10 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കോടതിയുടെ വിലയേറിയ സമയം നഷ്ടമാക്കി. ഇത് ഒരു നല്ല പ്രവണത അല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. തോമസ് ചാണ്ടി, മകൻ ടോബി ചാണ്ടി, ഭാര്യ, മകൾ, ലേക്ക് പാലസ് കമ്പനിയുടെ ഡയറക്ടർ, ഒപ്പം ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരും പിഴ ഈടാക്കണം. ധന്യവാദം. ശരി അനീഷ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് KCBC മാർഗരേഖ പുറത്തിറക്കി. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിതരണം ചെയ്യുന്നതിനാണ് മാർഗരേഖ ഇറക്കിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമം ഉണ്ടായാൽ സഭാ നിയമപ്രകാരം നടപടി വേണമെന്നും പോലീസിനെ അറിയിക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വൈദികർക്കൊപ്പമോ പള്ളിയിലോ താമസിപ്പിക്കരുത് എന്നും മാർഗരേഖയിലുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തൊക്കെയാണ് മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ? ധന്യ, ഇതിൽ പ്രധാനമായും KCBC പുറത്തിറക്കിയ മാർഗരേഖ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ അതിന്റെ ചുവട് പിടിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോൾ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ KCBCയും കൂടി തുടങ്ങുന്നത്. അതിൽ പ്രധാനമായും തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കർശനമായ നടപടികളാണ് സഭയ്ക്ക് അകത്ത് വേണ്ടതെന്ന രീതിയിലാണ് അത് മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ സഭാ നിയമപ്രകാരം തന്നെ കർശന നടപടികൾ സ്വീകരിക്കണം. അതിനൊപ്പം തന്നെ ഈ പരാതി പോലീസിനെയും അറിയിക്കണം. വൈദികർ ലൈംഗിക അതിക്രമ കേസുകളിലെ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണമെന്ന മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. പീഡനത്തിന് ഇരയാകുന്നവരോട് സഭയിലുള്ളവർ തന്നെ അനുഭാവപൂർവമായാണ് പെരുമാറേണ്ടതെന്നും മാർഗനിർദ്ദേശങ്ങളിൽ ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നാണ്. സാധാരണഗതിയിൽ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ മെത്രാൻമാർക്ക് നൽകുകയും പിന്നീട് അവരുടെ ഒരു നിർദ്ദേശം അവർ അത് മറ്റ് ഇടവകയോട് അല്ലെങ്കിൽ മറ്റ് വിശ്വാസ
സമൂഹത്തോട് അവരത് പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ അനുവർത്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായത് മുഴുവൻ വൈദികർക്കും അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കും ഈ മാർഗരേഖ നൽകണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം പൊറുക്കാനാകാത്ത കുറ്റമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വൈദികർ ഒപ്പം താമസിപ്പിക്കുകയോ അവരുമായി ദീർഘയാത്രയ്ക്ക് പോവുകയോ മറ്റേതെങ്കിലും ദുരൂഹമായ സാഹചര്യത്തിൽ ഇവരെ ഒരുമിച്ച് കാണുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകരുതെന്ന ഈ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നായി ഇതിനെ പറയേണ്ടതുണ്ട്. എന്തായാലും ഈ കൊച്ചിയിൽ അടുത്തിടെ സമാപിച്ച സീറോ മലബാർ സഭ സിനഡും ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ സഭയിൽ വൈദികരും വിശ്വാസികളും ഉൾപ്പെട്ട പരാതി പരിഹാര സെൽ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ കാത്തലിക് ബിഷപ്പ് കൗൺസിലും കൂടി ഇത്തരം ഒരു നടപടികളിലേക്ക് നീങ്ങുന്നത്. ധന്യ. ശരി ഡാനി, KCBC പുതിയ മാർഗരേഖ ഉണ്ടാക്കിയിരിക്കുന്നു. ലൈംഗിക അതിക്രമം തടയാനാണ് ഇത്തരത്തിലൊരു മാർഗരേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. മമതയ്ക്ക് തിരിച്ചടി. ബംഗാൾ രാഷ്ട്രീയ നാടകത്തിന് സുപ്രീം കോടതിയുടെ മറുപടി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ CBIക്ക് മുന്നിൽ ഹാജരാകണം. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി ഉത്തരവിട്ടു. CBI നൽകിയ കോടതി അലക്ഷ്യ ഹർജികളിൽ ബംഗാൾ ചീഫ് സെക്രട്ടറിക്കും DGPക്കും രാജീവ് കുമാറിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ CBI ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം വിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി വിധി. राजीव कुमार ചോദ്യം ചെയ്യലിനെ CBI के मुंबागे हाजिरागणम. कोर्ट ने ये उचित समझा कि राजीव कुमार जी CBI के सामने जो इन्वेस्टिगेटिव एजेंसी है उनसे कोऑपरेशन दे, पूर्ण रूप से कोऑपरेट करे. साथ साथ ये स्पष्ट किया कि उनके खिलाफ कोई ऐसी कार्रवाई ना हो जिसे कोर्सिव स्टेप कहा जाए. ബംഗാളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ നിഷ്പക്ഷ സ്ഥലമെന്ന നിലയിൽ ഷില്ലോങ്ങിലാകണം ചോദ്യം ചെയ്യൽ. ഇതിന്റെ പേരിൽ അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ല. ചോദ്യം ചെയ്യലിനെത്തിയ CBI ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP, പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ CBI നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 18-നകം ഉദ്യോഗസ്ഥർ മറുപടി നൽകണം. ഇവരെ നേരിട്ട് വിളിച്ചു വരുത്തണമോ എന്ന് മറുപടി പരിശോധിച്ച് ഫെബ്രുവരി 20-ന് കോടതി തീരുമാനിക്കും. ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിലെ അന്വേഷണം അട്ടിമറിക്കാൻ പ്രത്യേക സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന രാജീവ് കുമാർ ശ്രമിച്ചെന്ന CBI വാദം പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. കേസിലെ പ്രധാന തെളിവായ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തതായും CBIക്ക് വേണ്ടി അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. രാജീവ് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കി അധിക സത്യവാങ്മൂലവും CBI സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ രാജീവ് കുമാർ പ്രതിയല്ലെന്നും അന്വേഷണം നടത്തിയതിന്റെ പേരിൽ CBI വേട്ടയാടുകയാണെന്നും ബംഗാൾ സർക്കാർ വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ ഹാജരാക്കാനായത് വിജയമായി CBIയും കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നു. എന്നാൽ രാജീവ് കുമാറിന്റെ അറസ്റ്റ് വിലക്കിയത് വിജയമെന്ന് മമതയും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അഴിമതി കേസിൽ തിരിച്ചടി, രാഷ്ട്രീയ പോരാട്ടത്തിൽ നേട്ടം. ഇതാണ് ചിട്ടി ഫണ്ട് കുംഭകോണവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ മമതാ ബാനർജി നടത്തിയ നാടകത്തിന്റെ ഫലം. മമതയുടെ വലം കൈയായി തുടരുന്ന കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി അവസരമൊരുക്കിയത് CBIക്കും കേന്ദ്ര സർക്കാരിനും ആശ്വാസമായി. ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനുള്ള CBIയുടെ ശ്രമം തെരുവിൽ തടയാൻ സാധിച്ചെങ്കിലും കോടതിയിൽ വിലപ്പോവില്ലെന്ന് മമതാ ബാനർജിക്കും വ്യക്തമായിരുന്നു. തന്റെ പോരാട്ടം അന്വേഷണത്തിനെതിരെയല്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മമതാ ബാനർജി പ്രഖ്യാപിച്ചതും ഈ തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെയാണ്. ഇതറിഞ്ഞിട്ടും തെരുവിലിറങ്ങിയത് തന്റെ പോരാട്ടം ബംഗാളിന്റെ പോരാട്ടമാക്കുക, അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയായിരുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ മമതാ ബാനർജി വിജയിച്ചു. Victory of democracy, victory of constitution and victory of all my forces including central and state forces. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണറോട് അന്വേഷണത്തിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത് അഴിമതി കേസിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി തന്നെയാണ്. Today this investigation must be done in a fair manner. Let us not politicize it. Today is a great moral victory of the CBI. അതിലും വലിയ തിരിച്ചടിയാണ് ചോദ്യം ചെയ്യൽ ഷില്ലോങ്ങിലേക്ക് മാറ്റിയത്. CBI നിർദ്ദേശിക്കുന്ന ദിവസം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ഹാജരാകണം. അവർക്ക് ആവശ്യമായ സമയമെടുത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാം. ഒരു രാഷ്ട്രീയ പിന്തുണയ്ക്കും നാടകത്തിനും അവസരമുണ്ടാകില്ല. ചോദ്യം ചെയ്യലിനിടെ കടുത്ത മുറകൾ സ്വീകരിക്കുന്നതിനുള്ള തടസ്സമാണ് ഇക്കാര്യത്തിൽ ഏക ആശ്വാസം. TJ ശ്രീലാൽ, ന്യൂസ് 18.
അസം പൌരത്വ രജിസ്റ്റർ നടപടികൾ വൈകിപ്പിക്കുന്നതിൽ കേന്ദ്രത്തെ വിമർശിച്ച് സുപ്രീംകോടതി. രജിസ്റ്ററുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വേണ്ടിവന്നാൽ ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നും കേന്ദ്ര സമീപനം വേദനിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു. പ്രളയ ദുരിതാശ്വാസത്തിന് കേരളത്തിന് വീണ്ടും വൻ തുകയുടെ ബില്ല് അയച്ച കേന്ദ്ര സർക്കാർ. 102 കോടി രൂപയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അയച്ചു. രക്ഷാ ഹെലികോപ്റ്ററുകൾ അയച്ചതു മുതൽ വ്യക്തികളെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ ചെലവ് വരെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. കണക്ക് പരിശോധിച്ച ശേഷം റീഇംബേഴ്സ് ആവശ്യവുമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യസഭയിൽ പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ബാംറെ നൽകിയ മറുപടിയിലാണ് കേരളത്തിന് 102 കോടിയുടെ ബില്ല് നൽകിയ കാര്യം അറിയിച്ചത്. എളമരം കരീമിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി കേരളത്തിന്റെ പ്രളയ ദുരിതാശ്വാസ തുകയുടെ ബില്ല് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 4000-ലേറെ ആളുകളെ രക്ഷിച്ച ഇനത്തിൽ വ്യോമസേനയുടെ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വന്ന ചെലവാണ് 102 കോടി. അവശ്യ സാധനങ്ങൾ ആകാശമാർഗം കൊണ്ടുപോയതിന്റെ തുകയും ഇതിൽ ഉൾപ്പെടും. കരസേനയടക്കം മറ്റു സേനകൾക്കുണ്ടായ ചെലവിന്റെ കൂടുതൽ ബില്ലുകൾ തയ്യാറാക്കി വരികയാണെന്നും പ്രതിരോധ സഹമന്ത്രി പറഞ്ഞു. കണക്കുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം റീഇംബേഴ്സ് ആവശ്യവുമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്ക് സായുധ സേനകൾ ദുരിതാശ്വാസ രക്ഷാസഹായം നൽകുമ്പോൾ അതിന്റെ ബില്ലയക്കുന്നത് പതിവാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സർക്കാർ തോന്നുംപടി പോയപ്പോഴാണ് ആചാര സംരക്ഷണത്തിനായി ഭക്തർക്കൊപ്പം നിന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ NSSനെ വിമർശിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് ധാർമ്മിക അവകാശമില്ല. ആരുമായും നിഴൽ യുദ്ധത്തിനില്ല. ശബരിമല വിഷയത്തിൽ തിടുക്കം കാട്ടരുത് എന്ന് മുഖ്യമന്ത്രിയോടും കോടിയേരി ബാലകൃഷ്ണനോടും നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിൽ NSSനെതിരെ വാളോങ്ങാൻ കോടിയേരിക്കും അനുയായികൾക്കും ധാർമ്മികാവകാശമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS ശക്തമായ എതിർപ്പുമായി തുടരുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെ ഉൾപ്പെടുത്തി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും മുസ്ലിം മത പണ്ഡിതരും പങ്കെടുത്തു. ഫെബ്രുവരി 15-ന് മുൻപ് ജില്ലാതല നവോത്ഥാന സമിതികൾ രൂപീകരിക്കാനാണ് തീരുമാനം. CSI ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് ധർമ്മരാജ് റസാലം, ഓർത്തഡോക്സ് തിരുവനന്തപുരം ഭദ്രാസനാധ്യക്ഷൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ലത്തീൻ സഭ വികാരി ജനറൽ യുജിൻ പെരേര തുടങ്ങിയവർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി യോഗത്തിൽ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി, KNMന്റെ വിവിധ വിഭാഗങ്ങൾ, MES എന്നീ സംഘടനകളും ഇനി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഭാഗമാണ്. സമിതിയുടെ 9 അംഗ സെക്രട്ടേറിയറ്റ് ക്രിസ്ത്യൻ മുസ്ലിം സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിക്കും. ഫെബ്രുവരി 15-ന് മുൻപ് ജില്ലാതല സമിതികൾ രൂപീകരിക്കും. മാർച്ച് 10 മുതൽ 15 വരെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തി ജില്ലകളിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും തീരുമാനമായി. ജില്ലാതല സമിതികൾ ഫെബ്രുവരി മാസം 12 മുതൽ 15 വരെയുള്ള തീയതികളിൽ രൂപീകരിക്കും. മാർച്ച് 10 മുതൽ 15 വരെയുള്ള തീയതികളിൽ ജില്ലകളിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ യോഗത്തിൽ വിളിച്ചിട്ടില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ NSS തുറന്ന പോരിലേക്ക് നീങ്ങുമ്പോൾ സമിതിയിലൂടെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നത് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ സമിതിയുടെ പ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾക്ക് പ്രസക്തി നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നാളെ പരിഗണിക്കും. തന്ത്രി കണ്ഠരര് രാജീവരന് നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 സ്ത്രീകൾ സുപ്രീംകോടതിയെ സമീപിച്ചു. യുവതീ പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് വിസമ്മതിച്ചു. കോടതിയലക്ഷ്യ ഹർജി കേൾക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകനോട് നാളെ കോടതിയിൽ ഹാജരായിരിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ നിർണായക വാദം കേൾക്കുക. സെപ്റ്റംബർ 28-ലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിയും അയ്യപ്പ ഭക്തരും സംഘടനകളും നൽകിയ 54 ഹർജികളാണ് പരിഗണനയിൽ. മുൻ അറ്റോർണി ജനറൽ കെ പരാശരൻ, മോഹൻ പരാശരൻ, വി ഗിരി, ശ്യാം ദിവാൻ തുടങ്ങി മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിയിൽ ഹാജരാകും. പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേരാനായി ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയുമടക്കം 4 പേർ കോടതിയെ സമീപിച്ചു. അടുത്ത മാസം നട തുറക്കുമ്പോൾ ശബരിമല ദർശനത്തിന് അവസരമൊരുക്കണമെന്നും അപേക്ഷയിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജി അനുവദിക്കരുത്. ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി
കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ നാളെ പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ പി.വി. ദിനേശ് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാനായിരുന്നു അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. അതേസമയം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനാൽ സുപ്രീം കോടതി വിധി നടപ്പായതായി സർക്കാർ അറിയിക്കും. വിവാദമായ 51 പേരുടെ പട്ടിക തിരുത്തി 17 ആക്കിയെങ്കിലും ഇത് സമർപ്പിക്കുമോ എന്ന് വ്യക്തതയില്ല. വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് തുടർവാദത്തിനുള്ള സമയക്രമം കോടതി നിശ്ചയിക്കും. മറിച്ചാണെങ്കിൽ ഹർജികൾ തള്ളും. വിഷയം കൂടുതൽ പരിശോധനയ്ക്കായി 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയെന്നതാണ് കോടതിക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ വിശദീകരണം ഔദ്യോഗികമായി തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ. പത്മകുമാർ. തന്ത്രിയുടെ വിശദീകരണത്തിൽ തുടർ നടപടി ദേവസ്വം കമ്മീഷണറുമായി ആലോചിച്ച് തീരുമാനിക്കും. തന്ത്രി ശുദ്ധിക്രിയ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ അല്ല എന്നും എ. പത്മകുമാർ പറഞ്ഞു. തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു, ഞാൻ കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് കിട്ടിയവരോട് ചോദിക്കുകയല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കമ്മീഷണറുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. ബി.ജെ.പി. അടുത്തൊന്നും കേരളത്തിൽ ഭരണം പിടിക്കില്ലെന്ന് ഒ. രാജഗോപാൽ എം.എൽ.എ. നിയമസഭയിൽ ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു ബി.ജെ.പി. എം.എൽ.എ. ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ ബി.ജെ.പി. അല്ല ഭരിക്കുന്നത്, ഭരിച്ചിട്ടുമില്ല, അടുത്തൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. തുറന്നടിച്ച് തച്ചങ്കരി. ഒന്നര വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ കെഎസ്ആർടിസിയുടെ മുഴുവൻ കടങ്ങളും തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്ന് മുൻ എം.ഡി. ടോമിൻ തച്ചങ്കരി. വഴങ്ങാത്ത മേലധികാരിയെ സ്വാധീനം ഉപയോഗിച്ച് നീക്കുന്ന വൻ സാമ്പത്തിക ശക്തികളാണ് കെഎസ്ആർടിസിയിലെ യൂണിയനുകളെന്നും തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ മനസ്സ് തുറന്ന ടോമിൻ തച്ചങ്കരി കെഎസ്ആർടിസിയിലെ തന്റെ കസേര നഷ്ടമായതിലുള്ള നിരാശ മറച്ചുവെച്ചില്ല. 10,500 ബസ്സുകളുമായി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗ്രാമീണ മേഖല മൊത്തം അങ്ങ് കലക്കാൻ വെച്ചു. ഇവിടെ ലാഭം ഉണ്ടായാലും അവിടെ കോസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഒരു ഗുഡ് വില്ല് കിട്ടാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വിഡ്രോ ചെയ്യപ്പെട്ട ബസ്സുകളുടെ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക, അതെനിക്ക് കഴിയാത്തത് എനിക്ക് വിഷമമുണ്ട്. 1.5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ കെഎസ്ആർടിസിയുടെ 700 കോടി രൂപയുടെ കടം തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നു. കെഎസ്ആർടിസിയെ ലാഭത്തിലാക്കാന്ന് മാത്രമല്ല, പഴയ കടങ്ങളൊക്കെ തീർക്കാനും കഴിഞ്ഞേനെ. TDS അടയ്ക്കാതിരിക്കുക, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, സപ്ലൈസിനുള്ളത് എല്ലാം കൂടെ കൂടി. അപ്പോൾ ഓരോ മാസമായിട്ട് കുറച്ച് പൈസ കൊടുക്കാനും കഴിഞ്ഞേനെ. താൻ എന്തൊക്കെ ചെയ്തിരുന്നെങ്കിലും യൂണിയൻ നേതാക്കൾ അതിനെയെല്ലാം എതിർത്തു. അവർ ഞാൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കുമായിരുന്നു. അതായിരുന്നല്ലോ ഒരു പ്രധാന കാരണവും. ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയേണ്ട ഒരു സെഗ്മെന്റാണ് ഗവൺമെന്റ്. KSRTC നഷ്ടത്തിലാണെങ്കിലും അവിടുത്തെ തൊഴിലാളി സംഘടനകൾ ലാഭത്തിലാണ്. വഴങ്ങുന്നയാളല്ല മേലധികാരിയെങ്കിൽ യൂണിയനുകൾ കുപ്രചരണം തുടങ്ങും, പിന്നെ സ്വാധീനം ഉപയോഗിച്ചു മാറ്റും. അവരാദ്യം ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ അലിഗേഷൻ പറയും, അയാളെ പറ്റി വേറെ കുപ്രണങ്ങൾ പറയാം. അതൊക്കെ ഒരു സ്റ്റൈലാണ്. ഇതിലൊന്നും വരളാത്ത ആളാന്ന് കണ്ടാൽ പിന്നെ അവർ അടുത്ത ലെവലിൽ എന്നെ മാറ്റാൻ സ്വാധീനമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. താൻ KSRTC MD ആയിരുന്നപ്പോൾ പ്രൈവറ്റ് ബസ് ഉടമകൾ അസ്വസ്ഥരായിരുന്നുവെന്നും തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. KSRTC ദിവസ വരുമാനത്തിൽ വൻ ഇടിവ്. ഇക്കഴിഞ്ഞ മാസം 8.5 കോടി രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 6 കോടി രൂപയ്ക്ക് താഴെയാണ്. ടോമിൻ ജെ തച്ചങ്കരി MD സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷനിലും വൻ കുറവുണ്ടായി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് KSRTCയുടെ വരുമാനം ആദ്യമായി 8.5 കോടി രൂപ കടന്നത്. എന്നാൽ മണ്ഡലകാലം അവസാനിച്ച കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തന്നെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസവും 6 കോടി രൂപയിൽ താഴെയാണ് കളക്ഷൻ. മണ്ഡലകാലത്തിന് ശേഷം ജനുവരി 28-ന് മാത്രമാണ് കളക്ഷൻ 7 കോടി രൂപയിലെത്തിയത്. മണ്ഡലകാലത്തിന് ശേഷമുള്ള ദിവസ വരുമാന കണക്ക് ഇങ്ങനെ. കഴിഞ്ഞ മാസം 31-നാണ് ടോമിൻ ജെ തച്ചങ്കരി സ്ഥാനമൊഴിയുന്നത്. അതിനുശേഷമുള്ള 3 ദിവസത്തെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടായി.
വരുമാനക്കുറവുണ്ടായെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓപ്പറേഷണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സർവീസ് നടത്തിപ്പിലെ അപാകതയാണ് വരുമാനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വരുമാനമുള്ള ഷെഡ്യൂളുകൾ പരമാവധി പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടൊപ്പം നേരത്തെ നൽകിയിട്ടുള്ള ഡിപ്പോ ടാർഗറ്റ് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന എംപാനൽ ജീവനക്കാർ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു. പുനർ നിയമിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സമരക്കാരുമായി ചർച്ച നടത്തും. അനുഭാവപൂർവമായ തീരുമാനമെടുക്കാം എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു. ഗവൺമെന്റിന് മുമ്പിലുള്ള അവശേഷിക്കുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണമാണ്. ഒരു ഓർഡിനൻസിലൂടെ ഇതിനെ തരണം ചെയ്യാന്നുള്ളതാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നതും അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വിളിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഉത്തരവ് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നാലേ ഈ സമരം ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിക്കൊപ്പം ധർണ ഇരുന്നതിനാണ് നടപടി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിശദാംശങ്ങൾ. തന്നെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തിലാണ് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ അച്ചടക്ക നടപടികൾ ലംഘിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം മമതാ ബാനർജിക്കൊപ്പം ഇന്നലെ സത്യാഗ്രഹം ഇരുന്നിരുന്നു. അങ്ങനെ ഒരു പോലീസ് കമ്മീഷണർ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് അഖിലേന്ത്യാ ചട്ടങ്ങളുടെ ലംഘനമാണ്. അഖിലേന്ത്യാ ചട്ട ലംഘനം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ കേസിൽ അന്വേഷണത്തിൽ രാജീവ് കുമാർ സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയായിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി വളരെ ശക്തമായി തന്നെ രാജീവ് കുമാറിന്റെ നടപടിയെ പിന്തുണച്ച് നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാതെ രാജീവ് കുമാറിനൊപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറി നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. ശരി. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ വൻ റേഷനരി വേട്ട. സിവിൽ സപ്ലൈസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ 1500 കിലോ റേഷനരി പിടികൂടി. ഇഞ്ചിവിള പ്രദേശത്തെ നിരവധി ഗോഡൌണുകളിൽ നിന്നായാണ് അരി പിടികൂടിയത്. പരിശോധനാ വിവരമറിഞ്ഞ് പൂട്ടിയിട്ട ഗോഡൌണുകൾ പൊളിച്ചാണ് വിജിലൻസ് പരിശോധന നടത്തിയത്.